മുന്നിൽ നിന്നും നയിക്കാൻ ഒരു മാനേജർ, മിറാക്കിളുകൾ നൽകാൻ ഒരു ബ്രസീലിയൻ, കൂടെ ലാമാസി വിരിച്ചെടുത്ത അത്ഭുത ബാലന്മാരും. മാഡ്രിഡുകാരുടെ കോട്ടകൾ പൊളിക്കാനും അവരുടെ ഉറക്കം കളയാനും കാറ്റലോണിയക്കാർക്ക് വേണ്ട ചേരുവകൾ ഇത് മൂന്നുമാണ്. ഇന്നലെ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ ഈ ചേരുവകളെല്ലാം ഒത്തുവന്നു. ക്രൈഫും പെപ്പും എൻറിക്കയും ഇരുന്ന മാനേജറുടെ കസേരയിൽ ഇപ്പോൾ ഒരു ജർമ്മൻകാരനാണ്. തിളങ്ങുന്ന കണ്ണും ചിന്തിക്കുന്ന തലയും ചേർന്ന ഹാൻസ് ഡൈറ്റർ ഫ്ലിക്ക് എന്ന ഹാൻസി ഫ്ലിക്ക്. റയലിൻ്റെ $1 മില്യൺ ബോയ്സിനെതിരെ പട നയിക്കാൻ ഒരു ബ്രസീലുകാരൻ കറ്റാലൻ കുപ്പായത്തിൽ എന്നും ഉണ്ടാകാറുണ്ട്. റിവാൾഡോയിലും റൊണാൾഡീഞ്ഞോയിലും ഡാനി ആൽവിസിലും നെയ്മറിലും കണ്ട ആ ബ്രസീലിയൻ ലെഗസിയുടെ പതാകവാഹകൻ ഇന്ന് മറ്റൊരാളാണ്. റാഫേൽ ഡെയ്സ് ബെല്ലോലിയാഗ റഫീഞ്ഞ. കാലിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ച മിഡ്ഫീൽഡർമാർ ബാഴ്സലോണ കുപ്പായത്തിൽ എന്നും ഉണ്ടാകാറുണ്ട്. ലെമീൻ യമാലും പെട്രി ഗോൺസാലസും സാവിയും ബുസ്കറ്റ്സും ഇനിയസ്റ്റയും തീർത്ത ആ ലെഗസി കാക്കാൻ പോന്നവർ തന്നെ. ഈ ചേരുവകളെല്ലാം ഒത്തിണങ്ങിയ ദിവസത്തിൽ ബാഴ്സയെ തോൽപ്പിക്കുക എന്നാൽ അത് കടുപ്പമുള്ള കാര്യമാണ്. റയൽ ഇക്കുറി ഒരിക്കൽ കൂടി അറിഞ്ഞു. വിനീഷ്യസ് ജൂനിയർ നടത്തിയ ഒറ്റയാൾ യുദ്ധത്തിനോ കിലിയൻ എംബാപ്പെ എന്ന ചീറ്റപ്പുലിക്കോ അനിവാര്യമായ വിധിയിൽ നിന്നും അവരെ രക്ഷിക്കാനായില്ല. ഇന്നലെ ജിദ്ദയിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? ഒന്ന് റീവൈൻഡ് ചെയ്യാം. സീസണിലെ ആദ്യ കിരീടത്തിന്റെ മധുരം കുടിക്കുക. ജിദ്ദയിൽ ബൂട്ട് കെട്ടുമ്പോൾ ഇരു ടീമുകൾക്കും ലക്ഷ്യം അതുമാത്രമായിരുന്നു. എതിരാളി ബദ്ധവൈരി ആയതുകൊണ്ട് തന്നെ അതിന്റെ മധുരം കൂടുമെന്നും ഇരു ടീമുകളും കരുതി. ലാലീഗയും ചാമ്പ്യൻസ് ലീഗും കൂടുതൽ നിർണായക ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ വിജയം അതിന് ഇന്ധനം നൽകാൻ പോകുന്നതുമാണ്. അങ്ങനെ ലോകം മറ്റൊരു എൽ ക്ലാസിക്കോ രാവിനൊരുങ്ങി. സീസണിലെ രണ്ടാമത്തേതും കലണ്ടർ വർഷത്തിലെ ആദ്യത്തേതും. പലരും ഗ്യാമ്പിളാണെന്ന് പറഞ്ഞിട്ടും ഹൈലൻഡ് ഡിഫൻസിന് ഒരു മാറ്റവും വരുത്താതെയാണ് ഫ്ലിക്ക് ബാഴ്സയെ വിന്യസിച്ചത്. പോസ്റ്റിൽ നിന്നും 45 മീറ്ററോളം കയറി നിന്ന ബാഴ്സ ഡിഫൻഡർമാർ ചിലന്തി വലയൊരുക്കി റയലിനെ കാത്തിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ ചില കൊള്ളിയാൽ മിന്നലുകളും പൊസിഷൻ വെച്ചുള്ള ബാഴ്സയുടെ അപ്രമാദിത്വവുമാണ് ആദ്യ 30 മിനിറ്റുകളിൽ കണ്ടത്. എങ്കിലും ബാഴ്സയ്ക്ക് ലക്ഷണമൊത്തൊരു മുന്നേറ്റം നടത്താൻ ആദ്യത്തെ 25 മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. ആദ്യ 30 മിനിറ്റിൽ ബാഴ്സ കളിച്ചതൊരു സേഫ് സോൺ പ്ലേ ആണ്. 30-ാം മിനിറ്റിൽ മത്സരം കൂളിംഗ് ബ്രേക്കിനായി പിരിഞ്ഞു. ആദ്യ 30 മിനിറ്റിൽ 76% പന്ത് കൈവശം വെച്ചിട്ടും റയൽ ഗോൾമുഖത്തേക്ക് കാര്യമായ ഭീഷണികൾക്ക് ബാഴ്സയ്ക്ക് സാധിച്ചിരുന്നില്ല. കൂളിംഗ് ബ്രേക്കിൽ ഹാൻസി ഫ്ലിക്ക് കളിക്കാരോട് ട്രാക്ക് മാറ്റാൻ പറഞ്ഞു. ആ ട്രാക്ക് മാറ്റൽ ഗുണം കണ്ടു തുടങ്ങി. പൊടുന്നനെയുള്ള വെർട്ടിക്കൽ പാസുകളിൽ റയലിന്റെ ഉള്ളു കിടുങ്ങി തുടങ്ങി. 32-ാം മിനിറ്റിൽ റഫീഞ്ഞ കൊടുത്ത ഒന്നാമത്തെ ഒരു ഫസ്റ്റ് ടൈം പാസ് പെട്രി നീട്ടിവെച്ച് കൊടുത്തെങ്കിലും ഓടിയെത്തിയ ഫെർമിൻ ലോപ്പസ് അത് പുറത്തേക്കടിച്ചു കളഞ്ഞു. 2 മിനിറ്റുകൾക്ക് ശേഷം യമാൽ തന്റെ 3-ാം കണ്ണ് തുറന്നൊരു പാസ് ഊർത്തിക്കൊടുത്തു. അതിവേഗത്തിൽ ഓടിയെത്തിയ റഫീഞ്ഞ പന്ത് പിടിച്ചെങ്കിലും അത് ഫിനിഷ് ചെയ്യാനായില്ല. മിനിറ്റുകൾക്ക് ശേഷം പെട്രി റഫീഞ്ഞക്ക് ഭാഗത്തിൽ ഒരു പാസ് കൂടി നൽകുന്നു. മിഡ്ഫീൽഡ് ബാറ്റിലിൽ തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന പെട്രിയുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു ആ പാസ്. ആ പന്തും സ്വീകരിച്ച് റഫീഞ്ഞ റയൽ ഗോൾ മുഖത്തേക്ക് ഓടുകയാണ്. മുന്നിൽ റയൽ ഡിഫൻഡർമാർ വട്ടമിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് പാസ് ചെയ്യാതെ പോസ്റ്റിലേക്ക് തൊടുക്കുക എന്ന റഫീഞ്ഞയുടെ പ്ലാനും അതിന്റെ എക്സിക്യൂഷനും കൃത്യമായിരുന്നു. മുന്നിൽ നിന്ന് അർലിയൻ ഷുവാമനിയെ നിസ്സഹായനാക്കി റഫീഞ്ഞയുടെ ഗോൾ. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഫിനിഷ്. റഫീഞ്ഞ ഗോൾ സെലിബ്രേഷൻ നടത്തുമ്പോൾ സാബി ഡൗൺ ആകരുതെന്ന് റയൽ താരങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. പിന്നെയും കറ്റാലൻ സുനാമി റയൽ ഗോൾ മുഖത്തേക്ക് അടിച്ചു കയറുകയാണ്. ടിബോ കോർട്ടയ്ക്ക് ഒരു വിശ്രമവുമില്ലാത്ത നേരങ്ങൾ. ലെമീൻ യമാൽ ബോക്സിനകത്ത് റയലിന് തീ കോരിയിട്ടു. കൂടുതൽ സർപ്രൈസുകളില്ലാതെ ആദ്യ പകുതി തീരാനിരിക്കുന്നു എന്ന് നിനക്കവെയാണ് മറ്റൊരു ബ്രസീലിയന്റെ മാസ് എൻട്രി വരുന്നത്. ഇടതുമൂലയിൽ നിന്നും പന്തിനെ ഓമനിച്ചോടിയെത്തിയ വിനീഷ്യസിൽ ബാഴ്സ ആദ്യം അപകടം കണ്ടില്ല. എന്നാൽ കൂണ്ടയെ വെട്ടിച്ച് വിനീഷ്യസ് ബോക്സിനകത്തേക്ക് കടന്നതോടെയാണ് ബാഴ്സ ഉണർന്നെണീറ്റത്. പക്ഷേ നോക്കി നിന്ന ബാഴ്സ ഡിഫൻസിന് വിനീഷ്യസ് തന്റെ ക്ലാസ് കാണിച്ചു കൊടുത്തു. 4 ബാഴ്സ ഡിഫൻഡർമാരെ സാക്ഷിയാക്കിയൊരു സോളോ ഗോൾ. വാട്ട് എ മൊമെന്റ് ഫോർ ദ ബ്രസീലിയൻ എന്ന് കമന്ററി ഉയർന്നു. ഗാലറിയിൽ മൂകമായിരുന്ന റയൽ ആരാധകർ ആവേശത്താൽ എണീറ്റു നിന്ന നേരം. ഒക്ടോബർ ആദ്യത്തിനു ശേഷമുള്ള വിനീഷ്യസിന്റെ ആദ്യ ഗോളിൽ റയൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. വിനീഷ്യസിന് മാത്രം നന്ദി പറയേണ്ട ഗോളാണത്. എല്ലാവരും ഫസ്റ്റ് ഹാഫ് വിസിലിനായി കാത്തിരിക്കെ മധ്യനിരയിൽ നിന്നും പെട്രി ഒരു പാസ് കൂടി കൊടുക്കുന്നു. ഒരു മൈക്രോ സെക്കൻഡ് പോലും പാഴാക്കാതെ ഓടിയെത്തിയ ലെവൻഡോസ്കിക്ക് അത് കണക്ട് ചെയ്യേണ്ട ജോലി മാത്രം. വെറ്ററൻ സ്ട്രൈക്കർ അത് വൃത്തിക്ക് ചെയ്തപ്പോൾ ടിബോ കോർട്ടോക്ക് മറുമരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല. കളി തിരിച്ചുപിടിച്ച സന്തോഷത്തിൽ ഹാൻസി ഫ്ലിക്ക് തുള്ളിച്ചാടി. ഫസ്റ്റ് ഹാഫ് വിസിലിന് ദൈർഘ്യം കൂടുതലാണല്ലോ എന്ന് റയൽ ചിന്തിച്ച നേരം. പക്ഷേ ഓൾറെഡി ടിസ്റ്റുകൾ നിറഞ്ഞ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങൾക്ക് മറ്റൊരു സൂപ്പർ ടിസ്റ്റ് കൂടി വരികയാണ്. റയൽ പോലും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റ്. ഫസ്റ്റ് ഹാഫ് വിസിൽ ഊതുന്നതിന് മുമ്പായി വീണ് കിട്ടിയ കോർണർ റോഡ്രിഗോ പോസ്റ്റിലേക്ക് തൂക്കിയിറക്കുന്നു. ഉയർന്നു ചാടിയ ഹുയ്സണിന്റെ ഹെഡർ റഫീഞ്ഞയിലും ബാറിലും ഇടിച്ചു വന്നത് ഗോൺസാലോ ഗർഷയ്ക്ക് നേരെ. പെട്രിയുമായുള്ള ബാറ്റിലിൽ വീണ് ബാലൻസ് നഷ്ടമായെങ്കിലും ആ പന്ത് ഗോൺസാലോ വലയിലേക്ക് തിരിച്ചു വിട്ടു. വീണ്ടും ക്രോസ് ബാറിൽ ഇടിച്ച പന്തിന്റെ വിധി പോസ്റ്റിനുള്ളിൽ കയറാനായിരുന്നു. ഹാഫ് ടൈം വിസിലിന് നീളം കൂടുതലാണല്ലോ എന്ന് ഇക്കുറി തോന്നിയത് ബാഴ്സക്കാണ്. അവർ ആ പരാതി പറയുകയും ചെയ്തു.
മിനിറ്റുകൾക്കുള്ളിൽ പിറന്ന 3 ഗോളുകൾ കാണികൾക്ക് നൽകിയത് അവിശ്വസനീയമായ മൊമെന്റുകൾ. ഒരു ഫുൾ ടൈം മത്സരം കണ്ട പ്രതീതിയിലാണ് അവർ രണ്ടാം പകുതിക്ക് ഒരുങ്ങിയത്. രണ്ടാം പകുതിയിൽ മൈതാനം സാക്ഷിയാകുന്നത് വിനീഷ്യസ് ജൂനിയറിന്റെ ഷോകൾക്കാണ്. ഇടതുവിങ്ങളിലൂടെ വിനീഷ്യസ് തീർത്ത അതിവേഗ നീക്കങ്ങളിൽ കറ്റാലൻ പ്രതിരോധം എക്സ്പോസ് ചെയ്യപ്പെട്ടു. കൂണ്ടെ വിനീഷ്യസിനൊരു വെല്ലുവിളിയേ ആയില്ല. പിന്നാലെ ബോക്സിലേക്കുള്ള ഓട്ടത്തിൽ ഡിജോങ്ങിനെ ബെല്ലിംഗാം വീഴ്ത്തിയെങ്കിലും ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പെനൽറ്റിയിൽ നിന്നും അത് ഫ്രീ കിക്കായി മാറി. കിക്കെടുത്ത റഫീഞ്ഞക്കത് ലക്ഷ്യത്തിലേക്ക് തൊടുക്കാനുമായില്ല. പക്ഷേ അപ്പുറത്തെ വിനീഷ്യസ് റോഡ്രിഗോ സഖ്യം പിന്നെയും ഭീതി പടർത്തി. ബാഴ്സ മത്സരത്തിൽ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട നേരങ്ങൾ. പക്ഷേ ആ ഫിനിഷിങ്ങുകൾക്കൊന്നും ബാഴ്സ ഗോൾ മുഖത്തെ തുളക്കാനുള്ള മൂർച്ചയിലായിരുന്നു. പിന്നാലെ പെട്രിക്കെതിരെ റൗൾ അസൻസിയോ നടത്തിയ ചലഞ്ച് കളത്തിലും ഡഗ്ഔട്ടിലും വാഗ്വാദങ്ങൾക്കിടയാക്കി. ഇനി സമയമില്ലെന്ന തിരിച്ചറിവിൽ ഹാൻസി ഫ്ലിക്ക് 66-ാം മിനിറ്റിൽ ഡാനി ഒൽമോ, ഫെറൻ ടോറസ് എന്നിവരെ മൈതാനത്തേക്ക് വിളിച്ചു. വാൽവേർഡേക്ക് പകരം അർദാ ഗുള്ളറെയാണ് സാബി മാറ്റിപ്രതിഷ്ഠിച്ചത്. 2-2 എന്ന നിലയിൽ തൂങ്ങി നിന്ന മത്സരം എങ്ങനെയെങ്കിലും കരക്കടിപ്പിക്കുക എന്നതായിരുന്നു ഇരു ടീമുകളുടെയും ലക്ഷ്യം. 70-ാം മിനിറ്റിൽ കൂണ്ടെ നീക്കി നൽകിയ പാസിൽ യമാൽ ചാടി വീണെങ്കിലും അതിനും കോർട്ടോയെ കടക്കാനായില്ല. മിനിറ്റുകൾക്ക് ശേഷം കറ്റാലൻ ആരാധകർ കാത്തിരുന്ന നിമിഷമെത്തി. അതൊരു പെർഫെക്റ്റ് സ്ട്രൈക്കല്ലെന്ന് റഫീഞ്ഞയ്ക്ക് പോലും അറിയാമായിരുന്നു. പക്ഷേ അസൻസിയോയുടെ ശരീരത്തിൽ തട്ടിയുണ്ടായിരുന്ന ഡിഫ്ലക്ഷൻ മത്സരഗതിയെ മാറ്റിമറിക്കാൻ പോന്നതാണ്. കോർട്ടോയുടെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചാണ് ആ പന്ത് വന്നു വീണത്. ആപത് ഘട്ടങ്ങളിൽ എന്നും ഫ്ലിക്കിന്റെ വിളി കേൾക്കാറുള്ള റഫീഞ്ഞ നൽകിയ മറ്റൊരു സമ്മാനം. സൂപ്പർ കോപ്പ സെമിയിൽ അത്ലറ്റിക്കോക്കെതിരെ നേടിയ ഡബിൾ ഗോളിന് ശേഷം വീണ്ടും ഒരു ആവർത്തനം. എൽ ക്ലാസിക്കോയിലെ വിജയ ഗോൾ എന്ന സമ്മോഹന നിമിഷമായിരുന്നു റഫീഞ്ഞക്കത്. മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ റയലിന് പിന്നെയും സമയവും അവസരമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കളഞ്ഞു കുളിക്കുന്നതാണ് കണ്ടത്. ഡിജോങ്ങിന് നേർക്ക് റഫറി നീട്ടിയ റെഡ് കാർഡോ എംബാപ്പയുടെ കാമിയോയോ അവരെ രക്ഷിച്ചില്ല. ഇഞ്ചുറി ടൈമിൽ കരേർസിന് പോയിന്റ് ബ്ലാങ്കിൽ നിന്നും കിട്ടിയതൊരു ഹീറോയിക് മൊമെന്റിനുള്ള അവസരമായിരുന്നു. പക്ഷേ ബാഴ്സ കീപ്പർ ജോൺ ഗാർഷ്യക്ക് അതൊരു അനായാസ സേവ് മാത്രമായി മാറി. റയൽ ആരാധകരുടെ ഉറക്കം കളഞ്ഞ മൊമെന്റ്. ബാഴ്സ ആരാധകർക്ക് ആഘോഷരാവ് സമ്മാനിച്ച മൊമെന്റും അതാണ്. പിന്നാലെ ഫൈനൽ വിസിലുയർന്നു. ആഘോഷങ്ങൾ തുടങ്ങി. ഹാൻസി ഫ്ലിക്കിന്റെ കാലത്തെ മറ്റൊരു കിരീടം കൂടി. കിരീടത്തിന്റെ വലിപ്പത്തിനേക്കാൾ ബാഴ്സ ആരാധകരെ സന്തോഷിപ്പിക്കുന്നത് എൽ ക്ലാസിക്കോയിലെ വിജയമാണെന്നുറപ്പ്. സ്കോർ ലൈൻ 3-2 എങ്കിലും കളത്തിൽ ഡോമിനൻസ് ബാഴ്സയ്ക്ക് തന്നെയെന്ന് വ്യക്തം. ഫ്ലിക്കിന്റെ ടാക്ടിക്സും പ്ലാനുകളെല്ലാം വർക്കായി. പോയ തവണ പണി തന്ന റയൽ മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിലുള്ള ലിങ്ക് കുറി പൊളിക്കാനായി. സ്വന്തമായ നീക്കങ്ങളേക്കാൾ ബാഴ്സ നീക്കങ്ങളെ പ്രതിരോധിക്കുകയായിരുന്നു റയലിന്റെ കാര്യമായ പണി. എങ്കിലും അവസാന മൊമെന്റ് വരെ ഹോപ്പ് വെക്കാനായതിൽ അവർ നന്ദി പറയേണ്ടത് വിനീഷ്യസ് ജൂനിയറിനോട് മാത്രമാണ്.